ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ വന്ദനം. ഞാൻ ഇപ്രകാരം ഒരു കഥ വായിക്കാനിടയായി. യൂറോപ്പിലുള്ള ഒരു തരം പക്ഷി, ആ പക്ഷിയുടെ പേര് റോബിൻ പക്ഷി എന്നാണ്. ആ പക്ഷിയെ ചുറ്റിപ്പറ്റിയുള്ളതായ ഒരു കഥയാണ്. ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ റോബിൻ പക്ഷിയുടെ അടുക്കൽ ചെന്നു. കച്ചവടക്കാരൻ റോബിൻ പക്ഷിയെ സമീപിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ഈ പക്ഷിയുടെ തൂവലുകൾ നല്ല മനോഹരമായ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് കച്ചവടക്കാരൻ ഈ കൗതുക വസ്തുക്കൾ ഉപയോഗിക്കുവാൻ ഈ തൂവൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നല്ല വില കിട്ടും. അതുകൊണ്ടാണ് ഈ റോബിൻ പക്ഷിയെ ഈ കച്ചവടക്കാരൻ സമീപിച്ചത്. കച്ചവടക്കാരൻ റോബിൻ പക്ഷിയെ സമീപിച്ചിട്ട് ചോദിച്ചു, ചങ്ങാതി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ആ പക്ഷി പറഞ്ഞു, നീ കഷ്ടപ്പെട്ടല്ലേ എന്നും നിനക്ക് ആഹാരം ഉണ്ടാക്കുന്നത്. നീ ഇര തേടി പോകണം, പറന്ന് പോയി കാത്തിരുന്ന് ഇര തേടി പിടിക്കണം. എന്നാൽ ഞാൻ നിനക്ക് എന്നും സൗജന്യമായി ഭക്ഷണം തരാം, ഇര തരാം. ഓരോ മൺവിര വെച്ച് ഓരോ ദിവസവും തരാം. റോബിൻ പക്ഷിക്ക് വലിയ കൗതുകമായി. ഞാനതിന് എന്താണ് പ്രതിഫലം തരേണ്ടത്? പക്ഷി ചോദിച്ചു. കച്ചവടക്കാരൻ പറഞ്ഞു, മറ്റൊന്നും വേണ്ട, നിനക്ക് 100 കണക്കിന് തൂവലുകളുണ്ടല്ലോ, നീ എനിക്ക് ഓരോ തൂവൽ ഓരോ ദിവസം തന്നാൽ മതി. റോബിൻ പക്ഷി ചിന്തിച്ചു, അധ്വാനിക്കാതെ ഭക്ഷണം കിട്ടും. ഒരു തൂവൽ, എനിക്ക് 100 കണക്കിന് തൂവലുകളുണ്ട്, ഒരു തൂവൽ പോയാൽ എന്ത് സംഭവിക്കാൻ? അവരെങ്ങനെ എഗ്രി ചെയ്തു. ആ കച്ചവടം എഗ്രിമെൻറ്റിലായി. എല്ലാ ദിവസവും റോബിൻ പക്ഷി കച്ചവടക്കാരന് ഓരോ തൂവലുകൾ കൊടുക്കും. കച്ചവടക്കാരൻ കൃത്യമായും റോബിൻ പക്ഷിക്ക് മൺവിരകൾ കൊടുക്കും ആഹാരമായി. സന്തോഷം, വളരെ സന്തോഷത്തോടെ, അധ്വാനിക്കാതെ ആഹാരം കിട്ടുന്നു, ഭക്ഷണം കിട്ടുന്നു, വലിയ സന്തോഷത്തോടെ പക്ഷി കഴിയുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ കുറേ നാളുകൾക്ക് ശേഷം ഈ റോബിൻ പക്ഷി ഏതോ ഒരു അത്യാവശ്യത്തിന് ചിറകടിച്ച് പറക്കുവാൻ ഈ റോബിൻ പക്ഷി ഒന്ന് ഒരുമ്പെട്ടപ്പോഴാണ് ആ ഒരു വലിയ സത്യം ആ പക്ഷിയെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. എന്താണെന്നോ, മനോഹരമായി ഒരിക്കൽ പറന്നുകൊണ്ടിരുന്ന പക്ഷിക്ക് ഇപ്പോൾ പറക്കാൻ പറ്റുന്നില്ല. കാരണം തൂവലുകൾ ധാരാളം പോയി കഴിഞ്ഞു. ഒരു ദിവസം 1 വീതം കൊടുത്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പക്ഷിയുടെ തൂവലുകൾ കുറെ അധികം നഷ്ടപ്പെടുകയും ആ പക്ഷിക്ക് പറക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അപ്പോഴാണ് തനിക്ക് പറ്റിയതായ ആ മൂല്യ ചോർച്ചയെക്കുറിച്ച് റോബിൻ പക്ഷി തിരിച്ചറിയുന്നത്. ഇന്ന് അനേകരും അങ്ങനെയാണ്. ഈ ലോകത്തിലെ നൈമിഷ സുഖത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുന്നു. കുറേ ജീവിതം മദ്യപാനത്തിന്, കുറേ ജീവിതം അഴുക്ക് ബന്ധത്തിന്, കുറേ ഹീനമായ കാര്യങ്ങൾക്ക്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇങ്ങനെ തുടങ്ങിയ അനേകം കാര്യങ്ങൾ, കൂട്ടുകെട്ട്, ഏതെല്ലാം ഹീന കാര്യങ്ങൾക്ക് വേണ്ടി, ലോകപരമായ അനേക കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. കുറേ കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു, രോഗം ബാധിച്ചിരിക്കുന്നു, മൂല്യമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, സ്വഭാവം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാം? പിന്നീട് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയെന്നോ അതിലേക്ക് വരാൻ കഴിയില്ലെന്നുള്ള ചിന്ത ഭരിക്കുന്ന മൂലമോ അവർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു സംഭവത്തോട് ബന്ധിപ്പിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മൂല്യമുള്ളതിനെ വിട്ടുകളയുക. മൂല്യം, വിലയുള്ളത്. എന്താണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്? വിശ്വാസം, സ്നേഹം, കർത്താവിനോടുള്ള ഭക്തി, എല്ലാം മൂല്യമുള്ളതാണ്. ഇവിടെ ഒരു ഉന്നതനായ മനുഷ്യൻ, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം വരേണ്ടതായിരുന്നു, വരുമായിരുന്നു. പക്ഷേ അദ്ദേഹം മൂല്യമുള്ളത് വിട്ടുകളഞ്ഞു എന്ന് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, അദ്ദേഹം ഒരു പുരോഹിതനാണ്. പ്രായം ചെന്ന് ദൈവഭക്തനായി ജീവിച്ച സഖരിയ പുരോഹിതൻ.
സഖരിയ പുരോഹിതന്റെ ഭാര്യ മച്ചിയായിരുന്നു എലിസബത്ത്. സഖരിയ പുരോഹിതന്റെ ദൂതൻ പ്രത്യക്ഷയോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിക്കും. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഭാര്യ വയസ്സിൽ നിന്ന് വൃത്തിയായിരുന്നു. തന്മൂലം ഈ സഖരിയ പുരോഹിതൻ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നറിയാമോ? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കൃത്യമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാൻ ഈ സന്ദേശം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസിന് ശേഷം 1:19. പക്ഷേ എന്ത് സംഭവിച്ചു? സഖരിയാവ് ദൂതനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സിൽ നിന്ന് വളവല്ലോ എന്ന് പറഞ്ഞു. സാഹചര്യങ്ങളിലേക്ക് നോക്കി വിശ്വാസം തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതല്ല വിശ്വാസം. സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും വിശ്വാസം അനുകൂലമായി പ്രവർത്തിക്കും. സാഹചര്യം എന്നും അനുകൂലമാകണമെന്നില്ല. സാഹചര്യം പ്രതികൂലമായിരിക്കാം. രോഗം വന്ന് അത് മൂർച്ഛിച്ച് ഡോക്ടർ പറഞ്ഞു കാണും, ഡേയ്സ് ആർ നമ്പേർഡ്, ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഭൂമിയിൽ അധികം ആയുസില്ല. ഡോക്ടേഴ്സ് അങ്ങനെ പറയും. പക്ഷെ വിശ്വാസം പറയും, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. അതാണ് വിശ്വാസം. കടബാധ്യത കയറി വരുന്നു, എന്തെല്ലാം വിറ്റാലും കടം വിടുകയില്ല. ജപ്തി നോട്ടീസ് വരുമോ? ബാങ്കിൽ നിന്നും കടമെടുത്തു, പൈസ ഈവൻ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും എടുത്തു. അവർ വല്ലതും ആക്രമിക്കുമോ? അവർ പ്രയാസമുണ്ടാക്കുമോ? ഇങ്ങനെ ഭീതിയിൽ കഴിയുന്നു. നാളെ എന്താകും? ചിന്തിക്കുന്നു, ഇനി ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനിയൊരു കരകയറ്റമില്ല. ഇനിയൊരു കരകയറ്റമോ? അതും സാധ്യമല്ല. എങ്ങനെ കരകയറാൻ കഴിയും? വലിയ കുഴിയിലല്ലേ വീണിരിക്കുന്നത്. ഇതാണ് അവിശ്വാസ ചിന്ത. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസമുള്ളവർ പറയും, ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ നാർപ്പോടുകൂടി ദൈവം ആണിക്കല്ല് കയറ്റും. കടബാധ്യതയെ, നീ സെരുബ്ബാബേലിന് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാണ്, പക്ഷെ നിനക്ക് അധികം ആയുസില്ല. നീ സമഭൂമിയായി ആകാൻ പോകുന്നു. ഓരോ പ്രതിസന്ധികളുടെ പർവ്വതത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും വിശ്വാസികളായ ദൈവമക്കൾ ഇങ്ങനെയാണ് പറയേണ്ടത്: പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് വേർഡ്സ്. നാം പോസിറ്റീവായി ചിന്തിക്കുക, എല്ലാം ശരിയാവും. എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പക്ഷെ സഖരിയാവ് അവിശ്വസിച്ചു. തന്മൂലം എന്താ സംഭവിച്ചു എന്നറിയാമോ? 20-ാമത്തെ വാക്യം, തക്ക സമയത്ത് നിവൃത്തി ആകുവാനുള്ള എൻ്റെ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് പറഞ്ഞു. ഊമനായിപ്പോയി. നാം വിശദമായി ചിന്തിച്ചതാണ്. അനേക ദൈവമക്കൾ ഇന്ന് ഊമരായി കഴിയുന്നു. അധികം മിണ്ടാട്ടമില്ല, അധികം ചിരിയില്ല, സ്തോത്ര സ്വരം. വല്ലപ്പോഴും ഒന്ന് ചർച്ചിൽ പോയിരുന്നാൽ നിർബന്ധിച്ച് ഏതെങ്കിലും ദൈവദാസന്മാർ പറഞ്ഞാൽ ഒന്ന് സ്തോത്രം പറയും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതല്ല പ്രിയരെ ക്രിസ്തീയ ജീവിതം. പുറമേ സ്തോത്രം പറയാത്തപ്പോഴും ഉള്ളിൽ സ്തുതി സ്തോത്ര ആരാധനാ ഗീതങ്ങൾ, ആരാധനാ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിനെ പ്രകീർത്തിക്കുകയാണ്, കർത്താവിനെ ഉയർത്തുകയാണ്, കർത്താവിന് നന്ദി പറയുകയാണ്. ഊമരായി നടപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞാൻ തന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമെന്ന് സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. ഞാൻ എൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ. പിശാചൊരുക്കുന്ന കാരാഗ്രഹം, അവിശ്വാസം മൂലം നാം വീണുപോകാൻ സാധ്യതയുണ്ട്. നാം അതിൽ പെട്ടുപോകരുത്. മൂല്യമുള്ളതാണ് വിശ്വാസം. നാം ആ റോബിൻ പക്ഷിയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ മൂല്യമുള്ളത് നഷ്ടപ്പെടുത്തരുത്. വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് വിശ്വാസം പ്രഖ്യാപിക്കണം. നിങ്ങളെ ഒന്നിനും മുക്കാൻ കഴിയില്ല. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ അത് നിന്നെ കവിഞ്ഞു പോകുകയില്ല. നീ നദിയിൽ കൂടി കടന്നാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയാണ്, വലിയ വെള്ളമാണ്, വലിയ നദിയാണ്, സാഹചര്യം മോശമാണ്. പക്ഷേ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും അവൻ്റെ മുക്കിക്കളയാൻ കഴിയില്ലെന്നുള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന പ്രേരക ശക്തി. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ?
അതോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വാടി തളർന്ന് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുകയാണോ? അതല്ല ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങളുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. എങ്കിലും ധൈര്യപ്പെടുകയും. കഷ്ടത വരുമ്പോൾ ധൈര്യപ്പെടുകയാണ് വേണ്ടത്, നിരാശപ്പെടുകയല്ല. ധൈര്യപ്പെടണം. നാം വാടിപ്പോവുകയല്ല, പ്രത്യാശയിൽ നിറയണം. എൻ്റെ ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ എന്തോ ഒരു വൻ കാര്യമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടാനുള്ള ഒരു സമയമാണിത്. അങ്ങനെ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ സഖരിയാവ് അവിടെ മന്ദിരത്തിൽ നിൽക്കുകയാണ്. ജനം സഖരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനായി ആശയപ്പെട്ടു. അവൻ പുറത്തു വന്നാറി അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. സംസാരിക്കാൻ കഴിയാതെ ഊമനായിപ്പോയി. അതേ, നാം മൂല്യമുള്ളത് നഷ്ടപ്പെടുത്തി കളയരുത്. അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. യവനക്കാരെ, നിങ്ങളുടെ യവന ജീവിതം മൂല്യമുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദര, നിന്റെ മൂല്യമുള്ള സ്വഭാവം നഷ്ടപ്പെടുത്തി കളയരുത്. ചിന്തകന്മാർ പറഞ്ഞ് ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്: ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിതിങ് ഈസ് ലോസ്റ്റ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെടും. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അത് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, മൂല്യമുള്ളത് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഭൂമിയിലെ നൈമിഷ സുഖത്തിന് വേണ്ടി യവനക്കാര, പ്രിയപ്പെട്ട സഹോദരി, മാന്യയുവാവേ, പ്രിയപ്പെട്ട സഹോദര, നഷ്ടപ്പെടുത്തരുത്. കറപറ്റാത്ത ജീവിതത്തിൻ്റെ ഉടമകളായി നമുക്ക് നിൽക്കാം. മൂല്യമുള്ള ജീവിതം നയിക്കാം. മൂല്യമുള്ളതിന് വേണ്ടി മൂല്യമില്ലാത്തത് നേടാൻ പോകരുത്. മൂല്യമുള്ളത് നാം മുറുകെ പിടിക്കുക. കർത്താവിന്റെ സ്തോത്രം. മൂല്യമുള്ളത് എന്താണ്? ക്രിസ്തുവാണ് മൂല്യമുള്ളത്. ക്രിസ്തു തരുന്ന നല്ല സ്വഭാവമാണ് മൂല്യമുള്ളത്. ക്രിസ്തു തരുന്ന നിത്യജീവന്റെ അവകാശമാണ് മൂല്യമുള്ളത്. നാം ഈ ഭൂമിയിൽ എപ്പോൾ മാറ്റപ്പെട്ടാൽ ദൈവരാജ്യത്തിലേക്ക് എത്തുമുള്ള ഉറപ്പാണ് മൂല്യമുള്ളത്, വിലയുള്ളത്. വില തീരാത്ത അക്ഷയനിധിയായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും കർത്താവിന് മഹത്വം പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കാം. അതാണ് ഏറ്റവും വിലപ്പെട്ട ജീവിതം. പ്രിയപ്പെട്ടവരെ, അതിനായി നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദര, മാന്യ സഹോദരി, ഇപ്പോൾ ഈ നല്ല സമയം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശു നിങ്ങളെ സഹായിക്കും. യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ ശിരസിൽ വെച്ച് നിങ്ങളെ സകല നന്മകളാലും, ആത്മീയമായും ഭൗതികമായും സകല നന്മകളാലും നിങ്ങളെ കർത്താവ് നിറയ്ക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിക്കൂ. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കും മറുപടി നൽകും. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വം എടുക്കും.